അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. തമിഴ്നാട്ടിലെ പ്രധാന സഖ്യകക്ഷികളായ BJP, AIADMK സഖ്യമായ NDAയും DMK കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജില്ല നീലഗിരിയാണ്. നീലഗിരി ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കന്യാകുമാരിയാണ്. കന്യാകുമാരി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈറോഡാണ്. ഈറോഡ് ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ധർമ്മപുരിയാണ്. ധർമ്മപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ദിണ്ടിക്കലാണ്. ദിണ്ടിക്കലിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെല്ലൂരാണ്. വെല്ലൂർ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പുതുക്കോട്ടയാണ്. പുതുക്കോട്ടയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വിരുദുനഗറാണ്. വിരുദുനഗറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചെങ്കൽപ്പെട്ടാണ്. ചെങ്കൽപ്പെട്ട് ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് വിഴുപ്പുരം ജില്ലയാണ്. വിഴുപ്പുരം ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവണ്ണാമലയാണ്. തിരുവണ്ണാമല ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 5 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവാരൂരാണ്. തിരുവാരൂർ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സേലം ജില്ലയാണ്. സേലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചെന്നൈയാണ്. ചെന്നൈ ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 12 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കള്ളക്കുറിച്ചിയാണ്. കള്ളക്കുറിച്ചിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 2 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അരിയല്ലൂരാണ്. അരിയല്ലൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പേരമ്പല്ലൂരാണ്. പേരമ്പല്ലൂർ ജില്ലയിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നാമക്കല്ലാണ്. നാമക്കല്ലിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.
അടുത്ത ജില്ല നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 5 സീറ്റും DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല മയിലാടുതുറയാണ്. മയിലാടുതുറയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 1 സീറ്റ് DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മധുരയാണ്. മധുരയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 7 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുവള്ളൂരാണ്. തിരുവള്ളൂരിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പത്തൂരാണ്. തിരുപ്പത്തൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുനെൽവേലിയാണ്. തിരുനെൽവേലി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുപ്പൂരാണ്. തിരുപ്പൂർ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കരൂരാണ്. കരൂർ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല കൃഷ്ണഗിരി ജില്ലയാണ്. കൃഷ്ണഗിരിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 4 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കടലൂരാണ്. കടലൂർ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ജില്ലയിൽ 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 7 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തേനി ജില്ലയാണ്. തേനി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചിറപ്പള്ളിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 6 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടി ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 6 സീറ്റും DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല തെങ്കാശിയാണ്. തെങ്കാശി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ AIADMK സഖ്യവും 7 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ശിവഗംഗയാണ്. ശിവഗംഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റാണിപ്പേട്ടയാണ്. റാണിപ്പേട്ട ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് AIADMK സഖ്യവും 3 സീറ്റുകൾ വരെ DMK സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രാമനാഥപുരമാണ്. രാമനാഥപുരത്തിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും DMK സഖ്യം നേടാനാണ് സാധ്യത. AIADMK സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള 234 സീറ്റുകളിൽ DMK സഖ്യം 165 സീറ്റുകൾ വരെയും AIADMK സഖ്യം 56 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 13 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.